നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഭാനെ പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അഭാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെങ്കിലും ഇന്നുകൂടി ആശുപത്രിയിൽ തുടരും. അഭാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താലേ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഷെമിയുടെ മൊഴിയെടുത്ത് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. പോലീസിനോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഷെമിക്ക് പ്രതികരിക്കാൻ കഴിയുന്നതോടെ അത് കേസിലെ നിർണായക മൊഴിയായി മാറുകയും ചെയ്യും. തിങ്കളാഴ്ചയാണ് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ 11:30ഓടെയാണ് മാതാവ് ഷെമിയെ ഷാള് കഴുത്തിൽ ചുറ്റി തല ചുമരിലടിച്ച് പ്രതി ആക്രമിച്ചത്. പിന്നീട് ഷെമിയെ റൂമിൽ പൂട്ടിയിട്ട് പ്രതി പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. അഫാൻ നേരത്തെ മുത്തശ്ശിയുടെ സ്വർണ്ണമോതിരം പണയം വെച്ചിരുന്നു. കൂടുതൽ സ്വർണം പണയം വെക്കാൻ നൽകാതെ ആയതോടെയാണ് മുത്തശ്ശിയെ തലക്കടിച്ച് കൊന്നതെന്നാണ് സൂചന. കൊലപാതകത്തിന് ശേഷം ഇയാൾ മുത്തശ്ശിയുടെ മാല കവർന്ന് വെഞ്ഞാറമൂട്ടിൽ പണയം വെച്ചു. ഈ സമയത്താണ് ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് അഫാനെ ഫോണിൽ വിളിക്കുന്നത്. തുടർന്നാണ് അവിടെ എത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും ഇയാൾ കൊല്ലുന്നത്. ഇവരും സാമ്പത്തികമായി അഫാനെ സഹായിച്ചിരുന്നില്ല. ചുള്ളാളത്തെ കൊലപാതകത്തിന് ശേഷം വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്താണ് പെൺസുഹൃത്ത് ഫർസാനയോട് വീട്ടിൽ വന്ന് തൻ്റെ മുറിയിലിരിക്കാൻ അറിയിച്ചത്. പിന്നാലെ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത്. പിന്നീട് സഹോദരൻ സ്കൂളിൽ നിന്ന് വരും വരെ അഫാൻ കാത്തുനിന്നു. അതിനുശേഷം സഹോദരനെ മന്തി വാങ്ങാൻ വിടുന്നു. ഇതിനുശേഷമാണ് സഹോദരനെ ഇയാൾ കൊലപ്പെടുത്തുന്നത്. മന്തിയും ചിതറിയ 500 രൂപ നോട്ടുകളും അഫാന്റെ വീട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. സിറ്റ് ഔട്ടിൽ വസ്ത്രങ്ങളും ചിതറിക്കിടപ്പുണ്ട്. കൊലപാതക ശേഷം കുളിച്ചുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് എലിവിഷം കഴിച്ച് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി 6 പേരെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയത്. അതിക്രൂരമായാണ് പ്രതി കൊലപാതകം നടത്തിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തലക്കേറ്റ അടിയാണ് 5 പേരുടെയും മരണകാരണം. ചുറ്റിക കൊണ്ടാണ് തുടർച്ചയായി തലയിൽ അടിച്ചത്. 5 പേരുടെയും തലയോട്ടി തകർന്നിരുന്നു. പെൺകുട്ടിയുടെയും അനുജന്റെയും തലയിൽ പലതവണ ഇയാൾ അടിച്ചു. പെൺകുട്ടിയുടെ നെഞ്ചിലും ചുറ്റിയ കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. എല്ലാവരുടെയും തലയിൽ നിരവധി ചതവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു.